പോപ്പുലർ ഉണ്ടായില്ല. അപ്പൊ നമ്മുടെ പുതിയ വെന്യൂ ഇല്ലേ, വെന്യൂ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തെടുത്ത് നോക്കാന്ന് വെച്ചിട്ട് എങ്ങനെയാണ് അതിന്റെ ലുക്കും കാര്യങ്ങളും എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. വണ്ടി എങ്ങനെ ഉണ്ട് ഓടിക്കാന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതാണ് വെന്യൂ വരുന്നത്. നമുക്ക് ഇവിടെ നമ്മുടെ പോപ്പുലർ ഉണ്ടായി അരീക്കാട് ഷോറൂമിലായിട്ടുള്ളത്. കാണാൻ അപ്പോൾ ഞാൻ പുതിയ വെന്യൂ നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കാം, എങ്ങനെ ഉണ്ട് നോക്കാം. എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾക്ക് പറ്റിയ വണ്ടിയാണോ, എന്താണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ജെന്യൂൻ കാര്യങ്ങൾ പറഞ്ഞോ. ഈ കോപ്പിറ്റിലേക്ക് കയറുമ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊരു സബ് 4 മീറ്റർ കോമ്പാക്ട് എക്സ്യൂവി ആണെന്ന് തോന്നൂല കേട്ടോ. അമ്മാരി ഫീച്ചറും കാര്യങ്ങളാണ് കൊടുത്ത് നമ്മുടെ കൂടെ ബ്രോ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമുക്കിതിന് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ബ്രോ ഏതാ വേരിയൻ്റ് ഏതാണ്? ഇത് നമുക്ക് വരുന്നത് ഏറ്റവും ടോപ്പിന്റെ HX10 എന്ന് പറഞ്ഞിട്ടുള്ള വേരിയന്റ് ആണ്. HX10 ആണല്ലേ? ഡീസൽ ആണോ? ഡീസൽ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ വരുന്നത്. നമുക്ക് ഇപ്പം എൻ്റെ പൊസിഷനും കാര്യങ്ങളും പറയുകയാണെങ്കിൽ നല്ല കമാൻഡിങ് ആണ്. കാരണം എനിക്ക് ഫുൾ റോഡ് കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ തല അത്ര മുട്ടുന്നില്ല. അപ്പം ഇങ്ങനെ കാണിച്ചു തരാണെങ്കിൽ ഏകദേശം ഇങ്ങനെയാട്ടോ ഞാൻ നിൽക്കുന്നത് അല്ലേ. ഇത്രയും ഗ്യാപ്പ് ഉണ്ട്. അത്യാവശ്യം നല്ല കമാൻഡിങ് പൊസിഷനിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. ഞാൻ തിൽറ്റിയാണ്. അപ്പോൾ കണ്ടോ, ഇതാണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഞാൻ ഈ റണ്ണിങ്ങിൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ പറയാം. ഞാൻ ഓടിക്കുന്ന വണ്ടി ഏതാണെന്ന് അറിയാലോ, ഇതാണ് ഞാൻ ഓടിക്കുന്ന വണ്ടി. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയുണ്ട്, ഇതെനിക്ക് മിസ്സായോ സങ്കടമാവോ എന്നുള്ളത് കണ്ട് പറയാം. അതാണ് കാര്യം. അപ്പോൾ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ പോയി നോക്കാം. അത്യാവശ്യം നല്ല ബ്ലോക്കിലേക്കാണ് പോകുന്നത്. ഡീസലിൻ്റെ പവർ നല്ല ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല പവർഫുൾ ആണ്. ഇതൊക്കെയാണ് നമ്മുടെ ഇതിലൊക്കെ ക്രെറ്റയിലൊക്കെ ഉള്ള സെയിം എഞ്ചിൻ തന്നെയല്ലേ? സെയിം എഞ്ചിനാണ്. 1.5 ഡീസൽ ഓട്ടോമാറ്റിക് വരുമ്പോൾ അതിൻ്റെ പവർ എന്തായാലും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പവർ ഫിഗറിലേക്ക് വരികയാണെങ്കിൽ 100 PS അതേപോലെ 240 Nm ടോർക്കും ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 4 സിലിണ്ടർ എഞ്ചിനാണ്. വേറെ കാര്യങ്ങളൊക്കെ അറിയാലോ, 1.5 ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള എഞ്ചിനെ കുറിച്ച് പറയാനുള്ളത്. അടിപൊളിയാണ് കേട്ടോ. നമുക്കിവിടെ ബ്ലൈൻഡ് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ബ്ലൈൻഡ് സ്പോട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു വേരിയന്റ് അല്ലേ? ഇത് എത്ര വേരിയന്റ് ഓൺ റോഡ് വരുമ്പോൾ? നമുക്ക് 19,03,000 ആണ് ഓൺ റോഡ് വരുന്നത്. 19,03,000 ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ബിൽ ക്വാളിറ്റി മാറിയിട്ടുണ്ട്. റൈഡ് കംഫർട്ട് അത്യാവശ്യം നല്ല ഉണ്ട് കേട്ടോ. നല്ല, ഞാൻ ആദ്യമായിട്ടാണ് 1.5 എനിക്ക് തോന്നുന്നു ഈ ഒരു എഞ്ചിൻ ഓടിക്കുന്നത് തോന്നുന്നു. ഡീസൽ ഓടിക്കുന്നത്, പെട്രോളൊക്കെ ഓടിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് ഓടിക്കുന്നത് ആദ്യമായിട്ടാണ് തോന്നുന്നു. പക്ഷെ സാധനം സെറ്റാണ്. നമുക്ക് പിന്നെ DCT അല്ലേ വരുന്നത്? ഇതിൽ 80 ആണ് നമുക്ക്. 80 ആണ് വരുന്നത്. ഓട്ടോമാറ്റിക്കിലാണ് നമുക്ക് DCT വരുന്നത് അല്ലേ? ഓക്കെ. ഇതിൽ 80 എന്ന് പറഞ്ഞാൽ ഗിയർ ബോക്സ് ആണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ മൈലേജ് എന്തായാലും ഡീസൽ ആയതുകൊണ്ട് അത്യാവശ്യം തരക്കേടില്ലാത്ത മൈലേജ് ഉണ്ടാവും. പിന്നെ ഓട്ടോമാറ്റിക് ആയതുകൊണ്ടുള്ള ആ ഓടിക്കേണ്ട രീതിയിൽ ഓടിക്കേണ്ടി വരുമല്ലോ ബ്രോ. അത് അത്രേ ഉള്ളൂ. പിന്നെ പൊതുവെ ഡീസൽ ഓട്ടോമാറ്റിക് മൈലേജ് കുറവാന്നുള്ളൊരു കാര്യം കേട്ടിട്ടുണ്ട്. എങ്ങനെയാണെന്ന് കറക്റ്റ് അല്ല. നമുക്ക് ഇനി എപ്പോഴെങ്കിലും ഒക്കെ കിട്ടുകയാണെങ്കിൽ ഒരു ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കാം. ടാങ്ക് ടു ടാങ്ക് മെത്തേഡോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം. എനിക്ക് ഭയങ്കര ഫീൽ ലൈറ്റ് ആയിട്ടാണ് തോന്നിയിരുന്നു വണ്ടി ഓടിക്കാൻ. പക്ഷെ വണ്ടിക്ക് നല്ല പവർ ഉള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ വണ്ടി എടുക്കുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഒരു കാര്യം പറഞ്ഞ വെച്ചാൽ ആ കമാൻഡിങ് പൊസിഷൻ ആട്ടോ. നിങ്ങൾക്ക് ഇവിടെ കാണാറ്, എനിക്കിപ്പോൾ ഫുള്ളും റോഡിലേക്ക് നല്ല രീതിയിൽ കാണാട്ടോ. കാര്യം SUV വേണം, പക്ഷെ ഒരു ചെറിയ SUV ആണ് വേണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാൻ പറ്റിയ വണ്ടി ആട്ടോ ഇത്. പവർ പിന്നെ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കാണാമല്ലോ. പിന്നെ വണ്ടി പ്ലാൻഡഡ് ആണ് കേട്ടോ. നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. വണ്ടി പ്ലാൻഡഡ് ആണ്. കർവ് എടുക്കാനൊക്കെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ചില വണ്ടിയിൽ കോൺഫിഡൻസ് ഉണ്ടാവാറില്ല. ആ സാധനം ഇതിലുണ്ട് കേട്ടോ. കോൺഫിഡൻസ് ഉണ്ട്, വണ്ടി ഓടിക്കാൻ കോൺഫിഡൻസ് ഉണ്ട്. വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. സ്റ്റിയറിംഗ് ഒക്കെ ലൈറ്റാണ്. ഞാൻ പറഞ്ഞ ഒരു വണ്ടിക്കൊരു അല്ലേ, അങ്ങനെയല്ല ബ്രോക്ക് തോന്നിയുണ്ടോന്ന് അറിയില്ല. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഇപ്പൊ ബ്രോനോട് ചോദിക്കുന്ന ഒരു കാര്യം, ബ്രോ നല്ലതല്ലേ പറയുള്ളൂ. നമ്മളിപ്പോ ചോദിക്കും ഈ ഒരു ഹുണ്ടായിന്റെ വെന്യൂ വന്നതിന് ശേഷം സ്റ്റിയറിംഗ് ഒന്നും കൂടി ഒന്ന് കംഫർട്ട് ആയിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത് കേട്ടോ. ഇത് ഓട്ടോമാറ്റിക് ആണ്. നമ്മളിത് കൂടുതൽ ഓടിക്കുന്നില്ല. പക്ഷെ എനിക്ക് ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ പക്ക ഗുഡാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും പറ്റുകയാണെങ്കിൽ ഡീസൽ തന്നെ എടുക്കണം എന്ന് പറയുന്നു. അതാണ് എൻ്റെ ഒരു സജഷൻ ഉള്ളത്. അപ്പോൾ നൈസാണ് കേട്ടോ, വണ്ടി ഉഷാറാണ്. ഞാൻ ഇവിടെ ഇടുന്നുള്ളൂ കേട്ടോ. ഇതൊക്കെയാണ് ഒറ്റ സംഭവം. നമ്മൾ ചെറിയൊരു റൈഡാണ് ഇപ്പോൾ പോയി വന്നത്. ഇത് ഓട്ടോമാറ്റിക് ആണ്, ഞാൻ പറഞ്ഞല്ലോ. ഡ്രൈവ് മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. ഞാൻ അടിപൊളി എന്ന് പറയുന്നത് കുറേ ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ എടുക്കേണ്ട വണ്ടി തന്നെയാണ് കേട്ടോ. നിങ്ങൾ എടുത്ത വേർത്ത് തന്നെയാണ്. ചില ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു, ബ്രോ ഈ ഒരു 13-14 റേഞ്ചിൽ നിങ്ങൾക്ക് പറ്റിയ വണ്ടി ഏതാണെന്നുള്ളത്. ഇതെടുത്തിട്ട് ഒരു പ്രശ്നമില്ല. 13-14 റേഞ്ചിൽ ഏതായിരിക്കും ഇതിന്റെ ഒരു മോഡൽ കിട്ടുക ബ്രോ? 13-14 വേരിയന്റ് നമുക്കിതൊരു 9,50,000 സംതിങ് തൊട്ടിട്ട് നമുക്ക് ഓൺ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് ഇതിൽ ഇപ്പോൾ ഇൻഫോടൈൻമെന്റ് സിസ്റ്റം ഏകദേശം ഇതേപോലെ തന്നെയാണ് വരിക. പക്ഷെ ഇതിൽ 12.3 ഇഞ്ചാണ് ഫുൾ ഓപ്ഷനിൽ സ്ക്രീൻ സൈസ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് വരുമ്പോൾ 10.25 ഉള്ളിൽ ഇഞ്ച് മാത്രം കുറയും. പിന്നെ ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ
വലിയ പ്രശ്നം പ്രശ്നമില്ല, നമുക്ക് അതേപോലെ തന്നെ ഫീൽ ചെയ്യുന്നത്. അപ്പം ഏകദേശം ഇതിപ്പോ ടോപ്പനിലാണ് ഈ 12 പോയിന്റ് വരുന്നത്. അതെ അതെ. സ്റ്റാർട്ടിങ് തൊട്ടിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നത് 4 ഡോർ പവർ വിൻഡോ, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് മിറർ, അങ്ങനെ കാര്യങ്ങൾ സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഇൻഫോർടൈൻമെന്റ് ഏത് മോഡൽ മുതൽ സ്റ്റാർട്ടിംഗ് കൊണ്ട് ഇൻഫോർടൈൻമെന്റ് ഉണ്ട്? ഓ, അത് വലിയ കാര്യം തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ക്യാമറ ചിലപ്പോൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്യേണ്ടി വരും. റിവേഴ്സ് ക്യാമറ മാത്രം എക്സ്ട്രാ ഫിറ്റ് ചെയ്തത്. ഓക്കെ. അപ്പം ബ്രോ, നമ്മളിപ്പോ ഒരു വലിയ വണ്ടി ഉണ്ടല്ലോ, ഇപ്പൊ എന്റെ ഒക്കെ വിക്ടോറിയസൊക്കെ ഏകദേശം ഒരു 1270 ആ റേഞ്ച്, 80 റേഞ്ച് ഒക്കെയാണ് വരുന്നത്. അപ്പൊ ആ റേഞ്ചിൽ എന്നോട് ഇപ്പം ഡൗട്ട് ചോദിക്കുന്ന ആൾക്കാർ ആ റേഞ്ചിൽ എടുക്കാൻ പറ്റിയ വെന്യൂന്റെ മോഡൽ ഏതാണ്, ഏതൊക്കെ ഫീച്ചർ ഉണ്ടാവും? വെന്യൂല് നമുക്ക് ഒരു ഫുൾ ഓപ്ഷൻ വിശേഷിക്കാൻ പറ്റുന്ന ഒരു വേരിയന്റ് ആണ് HX6T എന്ന് പറഞ്ഞ വേരിയന്റ്. അത് നമുക്കൊരു 13 ലക്ഷം റുപ്യന്റെ ചോടയായിട്ട് എന്ത് ചെയ്യും നമുക്ക് കിട്ടൂലേ? ഓ, അപ്പൊ 13 അല്ലല്ലോ, എന്തായാലും ഒരു 12 ചില്ലറ വരും. 13 ലക്ഷത്തിന് താഴെ എന്തായാലും നല്ലൊരു വലിയ പെട്രോളില് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഉള്ള എല്ലാ അത്യാവശ്യം ബിൽഡ് ആയിട്ടുള്ള സൺറൂഫ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഇലക്ട്രിക് അഡ്ജസ്റ്റ് മിറർ ഫോൾഡിങ്, റിവേഴ്സ് ക്യാമറ, അങ്ങനെ ക്രൂയിസ് കൺട്രോൾ അടക്കമുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വേരിയന്റ്. റൂഫ് റെയിൽസും പിന്നെ ഫ്രണ്ടത്തെ ഹെഡ്ലൈറ്റ് നമുക്ക് ക്വാഡ് ബീം ഹെഡ്ലൈറ്റ് ലുക്കിലേക്കൊക്കെ വരുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പം എനിക്ക് തോന്നുന്നു വലിയൊരു വണ്ടി വേണ്ടെങ്കിൽ ഈ ഒരു സെഗ്മെന്റിൽ ഇന്റീരിയർ സ്പേസും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് വേണ്ടതെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു HX6 കൺസിഡർ ചെയ്യാൻ പറ്റൂലേ? നമുക്കത് ആ ഒരു വേരിയന്റിന്റെ ഉള്ളിൽ നമുക്ക് ഏകദേശം ഒരു 4-5 വേരിയന്റ്സ് വരുന്നുണ്ട് ആ ഒരു പ്രൈസ് റേഞ്ചിന്റെ ഉള്ളിൽ. അത് നമുക്ക് വേണ്ട ഫീച്ചേഴ്സ് നോക്കിയിട്ട് നമുക്ക് ചൂസ് എടുക്കാൻ പറ്റും. ഓക്കെ. അങ്ങനെയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ കുറെ ആൾക്കാർക്ക് ആ ആൻസർ ചെയ്തെന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ വെന്യൂ വേണോ, വിക്ടോറിയസ് വേണോ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇപ്പം സെൽറ്റോസ് ഇറങ്ങുന്നുണ്ട്, ഒരുപാട് മോഡൽ ഉണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് വന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം അല്ലെ? നമുക്ക് എല്ലാവരോടും വന്ന് എടുക്കാൻ പറയാൻ പറ്റില്ല, ബട്ട് ഇത് വന്ന് കഴിഞ്ഞ് ടെസ്റ്റ് ഡ്രൈവ് എടുക്കാൻ ചെയ്ത് നോക്കാൻ പറ്റും. അതാണ്. അപ്പം കൺസിഡർ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് നല്ലൊരു ഓപ്ഷനാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ ഒരു സെഗ്മെന്റിൽ ഒരുപാട് വണ്ടികളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറെ ഫീച്ചേഴ്സ് ഉള്ള ഒരു വണ്ടിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അതും ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളും ഇപ്പം വരില്ല. ഇത് ഞാൻ ഓടിച്ചപ്പോൾ തന്നെ എനിക്ക് പ്ലാൻഡ് ആയിട്ടാണ് തോന്നിയിട്ട്. ഞാനൊരു സമ്മറി എന്നുള്ള രീതിയിൽ പറഞ്ഞുതരാം. ഈ വണ്ടി ഡീസൽ ഓട്ടോമാറ്റിക് ആണ്, ഫുൾ ഓപ്ഷനാണ്, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. എന്നിരുന്നാലും ഞാൻ പറയാലോ, ഇത് വണ്ടി ഓടിച്ചപ്പോൾ എനിക്കൊരു പ്ലാൻഡ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വണ്ടിക്ക് അങ്ങനെ ഒരു ലൈറ്റ് ആയിട്ടല്ല ഫീൽ ചെയ്തത്. സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ ലൈറ്റാണ്. വണ്ടി എന്താ പറയുക, ഹൈവേയിലേക്കൊക്കെ ബെസ്റ്റ് ആയിരിക്കും തോന്നുന്നു കേട്ടോ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ വണ്ടി കാണാൻ വലുത് തന്നെയാണ്. ക്രെറ്റൻ്റെ എടുത്ത് വെക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ ചെറുതാണെന്നുള്ളത്. അല്ലാത്ത പക്ഷം ഏകദേശം വലിയൊരു വണ്ടി തന്നെയാണ്. അപ്പൊ നിങ്ങളൊരു ബഡ്ജറ്റ് എനിക്ക് തോന്നുന്നു 15 lakhs താഴെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മോഡൽ കിട്ടും കേട്ടോ. ഇനി ഈവൻ നിങ്ങളുടെ വലിയൊരു വണ്ടിയുടെ ഒരു ബേസ് മോഡലും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ലെവലാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 13 നിങ്ങളുടെ ബഡ്ജറ്റ് എങ്കിൽ പെട്രോളിൽ HX6 എന്ന് പറഞ്ഞൊരു ഓപ്ഷനൊക്കെ കിട്ടാനുണ്ട്. ഏകദേശം ടോപ്പ് ആൻഡ് ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. ഈ ഡീസലിലേക്ക് വരികയാണെങ്കിൽ കുറച്ചുകൂടി റേറ്റ് കൂടുന്നുള്ളൂ. ഡീസലിൽ എനിക്ക് തോന്നുന്നു വേറെ മോഡലിലേക്ക് പോകുമ്പോൾ ഡീസലിന്റെ സെക്കൻഡ് ബേസ് മോഡലൊക്കെ എടുക്കുന്ന പൈസക്ക് ഇതിന്റെ ഫുൾ ഓപ്ഷൻ എടുക്കാൻ പറ്റുമായിരിക്കും അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെയാണുള്ളത്. ഈ ബ്രോനെ വിളിച്ചാൽ മതി. നിങ്ങൾക്ക് കൂടുതൽ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളും ഡീറ്റെയിൽസും അറിയണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. എക്സാക്ട്, കാരണം ഒരുപാട് മോഡലുണ്ട്, നമുക്ക് തന്നെ കൺഫ്യൂഷനാണ് ഏതിൽ ഏതൊക്കെയാണ് ഉള്ളത്, അതേപോലെ പ്രൈസ് എത്രയാണെന്നുള്ളത്. അപ്പൊ പുള്ളി നോക്കി പറഞ്ഞു തരും കേട്ടോ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഞങ്ങൾ ചെറിയൊരു ഡ്രൈവും കാര്യങ്ങളാണ്. ഈ ഒരു 12 ലക്ഷത്തിന് താഴെ നിങ്ങൾക്ക് ഏത് വണ്ടി വേണോ, അല്ലെങ്കിൽ 15 ലക്ഷത്തിന് താഴെ ഏത് വണ്ടി എടുക്കണം എന്നുള്ള ചെറിയൊരു കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത്. എനിക്ക് ഇഷ്ടപ്പെട്ടു വണ്ടി. അത്യാവശ്യം ഒരു നല്ലൊരു ഫാമിലിക്ക്, ഒരു 4-5 ആൾക്കാരുള്ള ഫാമിലി ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് കേട്ടോ.